എങ്ങോട്ടാ പോണേ? എത്തിയിട്ട് പറയാം. എത്തിയിട്ട് എന്തിനാ പറയണേ? എനിക്ക് കാഴ്ചശക്തിയുണ്ട്, വൈദു ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ബുദ്ധിയില്ല. വൈദു വിക്രത്തിന്റെ പുറത്തൊരു ഇടി കൊടുത്തു. ചുമ്മാ ആയിരുന്നില്ലേ നീർക്കോലി ഞഴുത്ത് വെള്ളത്തിലിടും. പാലമെത്തിയപ്പോൾ വിക്രം പറഞ്ഞപ്പോൾ വൈദു മിണ്ടാതെയിരുന്നു. രാത്രിയിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയുടെ മുന്നിലാണ് വിക്രം വണ്ടി നിർത്തിയത്. വാ. എനിക്ക് വിശപ്പില്ല, വൈദു പറഞ്ഞു. മര്യാദയ്ക്ക് വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കസേരയിൽ കൊണ്ടിരുത്തി. ഭയ്യ, 2 ചായ, 2 പരിപ്പ് വട, അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ വൈദു അയ്യേ എന്ന ഭാവത്തിൽ അവനെ നോക്കി. ഉഴുന്നുവടയ്ക്കാണ് ചട്നി, അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ തിരിച്ച് പുച്ഛത്തോടെ നോക്കി. കുറച്ചു കഴിഞ്ഞ് ചായയും വടയും വന്നിരുന്നു. അവൻ ആ വട ചമ്മന്തിയിൽ മുക്കി ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് വൈദു കുറച്ചെടുത്ത് മുക്കി കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റായിരുന്നു അതിന്. അവളത് മൊത്തവും അങ്ങനെ തന്നെ കഴിച്ചു. വിക്രം താടിയിൽ കൈയൂന്നി അവളെ നോക്കിയിരുന്നു. കഴിച്ചു തീർന്ന് വൈദു അവനെ നോക്കി ചമ്മലോടെയിരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു മാഡം? കോമ്പിനേഷനില്ലേ? കൊള്ളാം, അവൾ ചമ്മലോടെ പറഞ്ഞു. പൈസയും കൊടുത്ത് അവർ അവിടെ നിന്ന് പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നൈറ്റ് ഡ്രൈവ്. അവൾ ആ ഫീലിങ്സ് ആസ്വദിക്കുക. അറിയാതെ തന്നെ അവളുടെ താടിത്തുമ്പ് വിക്രത്തിൻ്റെ ചുമലിൽ ചേർത്ത് വെച്ചിരുന്നു അവൾ. നല്ല തണുപ്പുണ്ടായിരുന്നു അന്തരീക്ഷത്തിന്. അവനെ ചുറ്റിപ്പിടിച്ച് അവൾ കുറച്ചുകൂടി ചേർന്നിരുന്നു. അവളുടെ കൈകളുടെ തണുപ്പ് വിക്രം അറിഞ്ഞിരുന്നു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വിക്രം നേരെ പോയത് പീലിക്കുന്നിൻ്റെ താഴെയായിരുന്നു. നല്ല ഉയരത്തിലുള്ള ഒരു പുല്ലുമേടായിരുന്നു. മൂടൽമഞ്ഞുള്ള രാത്രിയിൽ അവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അനുഭവമാണ്. വൈദു ചുറ്റിലും നോക്കി. ഇതെവിടെയാ? അവൾ സംശയത്തോടെ ചോദിച്ചു. വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. നല്ലൊരു കയറ്റവും അതിനൊത്ത് തണുപ്പും കൂടി വരുന്നു. വൈദു അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ചുമലിൽ മുഖം ചേർത്ത് വെച്ച് കൂടെ നടന്നു. ഏറ്റവും മുകളിലെത്തിയപ്പോൾ അവൾ നന്നായി കിതച്ചിരുന്നു. പക്ഷേ അവിടുന്ന് നോക്കിയ കാഴ്ച കണ്ട് അവളുടെ മുഖം വിടർന്നു. ആ സിറ്റി മുഴുവനും കാണാമായിരുന്നു അവിടെ നിന്നാൽ. മാത്രവുമല്ല അവിടെ മിന്നാമിനുങ്ങൾ നിറയെ പറന്നു നടക്കുന്നുണ്ട്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ അധികം ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല. പലവട്ടം ഗവൺമെൻറ് ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിൻ്റെ ഓണർ അതിന് സമ്മതിച്ചില്ല. എൻ്റെ സ്കൂൾ ടൈമിലും കോളേജിൽ നിന്ന് വെക്കേഷൻ വരുന്ന സമയത്തും എല്ലാം ഞാനും ഏട്ടനും ഫ്രണ്ട്സും ഇവിടെ വരാറുണ്ട്. അത്രയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ട ഇടമാണ്, വിക്രം പറഞ്ഞപ്പോൾ വൈദു അവനെ നോക്കി. എനിക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട്. വിക്രം അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവിടെ തറയിലിരുത്തി. പിന്നെ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കിക്കിടന്നു. ആകാശത്ത് നോക്കിക്കിടക്കാനാണോ ഈ രാത്രി ഇവിടെ വന്നത്? അത് വീട്ടിലിരുന്ന് നോക്കിയാൽ പോരായിരുന്നോ? വൈദു പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോൾ വിക്രം അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലിട്ടു. വൈദു ഞെട്ടിപ്പോയി. വീട്ടിലിരുന്ന് നക്ഷത്ര വേണം, പക്ഷേ ഇവിടെ ഇരുന്ന് എണ്ണുന്നതിൻ്റെ സുഖം വേറെയാണ്. ഡോക്ടറിന് മൈൻഡ് റീഡിംഗ് വശമുണ്ടോ? വൈദു അന്തം വിട്ട് ചോദിച്ചു പോയി. എനിക്കെല്ലാം വശമുണ്ട്. അതൊക്കെ അറിയുമ്പോൾ നീ താങ്ങില്ല, അവളുടെ ചുണ്ട് പിടിച്ച് ഞെരിച്ചുകൊണ്ട് വിക്രം പറഞ്ഞപ്പോൾ വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ വൈദു കണ്ണുകൾ മുറുക്കി അടച്ചു. എനിക്ക് ഏത് സാഹചര്യത്തിലും സ്വയം നിയന്ത്രിക്കാനാവും, അതുകൊണ്ട് മോൾ അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട, വിക്രം പറഞ്ഞപ്പോൾ വൈദു അവനെ തറപ്പിച്ചു നോക്കി. ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അവൾ കുതറി മാറാൻ ശ്രമിച്ചപ്പോൾ വിക്രം അവളെ തൻ്റെ നെഞ്ചോടടക്കി ചേർത്ത് പിടിച്ചു. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അവൾ അങ്ങനെ തന്നെ കിടന്നു. തണുപ്പ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വിക്രം എണ്ണീറ്റ് അവളെയും കൊണ്ട് താഴേക്കിറങ്ങി. തിരിച്ചുള്ള യാത്രയിൽ അവൾ അവനൊപ്പം ചേർന്ന് തന്നെ ഇരുന്നു. അവൾ വീടിനുള്ളിൽ കയറി ഡോർ അടയ്ക്കുന്നത് കണ്ടിട്ടാണ് വിക്രം വണ്ടിയെടുത്ത് പോയത്. വൈദു ബെഡിൽ വന്നു മലർന്നു കിടന്നു. കഴിഞ്ഞുപോയ ഓരോ നിമിഷവും അവളിൽ ഒരു പുഞ്ചിരി പടർത്തുന്നുണ്ടായിരുന്നു. രാവിലെ വൈകിയാണ് വൈദു ഉറക്കം എണ്ണീറ്റത്. വൈദു ഫ്രഷായി താഴേക്ക് വരുമ്പോൾ ചന്തു താഴെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഉണ്ണിയമ്മ അടുക്കളയിൽ തകർത്ത ജോലിയിലായിരുന്നു. ഗുഡ് മോർണിംഗ്, വല്ലാത്തൊരു ചിരിയോടെ ചന്തു അവളെ നോക്കി പറഞ്ഞു. വൈദു ചമ്മലോടെ താഴേക്കിറങ്ങി അടുക്കളയിലേക്ക് പോയി. വൈദു, നിനക്ക് വയ്യെന്ന് ചന്തു പറഞ്ഞു. ഞാൻ വിളിക്കാൻ വന്നപ്പോൾ വിളിക്കേണ്ടെന്ന് അവനാ പറഞ്ഞേ. ഇപ്പം എങ്ങനെയുണ്ട്? ഉണ്ണിയമ്മ അവളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ചന്തുവിൻ്റെ നാക്ക് കരിനാക്കാണെന്ന് വൈദു ഓർത്തു. സത്യത്തിൽ രാവിലെ അവൾക്ക് ചെറിയ പനിയുടെ ലക്ഷണമുണ്ടായിരുന്നു. ഇന്നലത്തെ തണുപ്പ് നല്ലവണ്ണം ഏറ്റിട്ടുണ്ട്. ഞാൻ ഒരു കാപ്പി എടുക്കാം, നീ ഇരിക്കുക. ഇന്നിനി ഹോസ്പിറ്റലിൽ പോകണ്ട, വിക്രത്തെ വിളിച്ചു പറയാം, ഉണ്ണിയമ്മ പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം പാത്രത്തിലൊഴിച്ച് അടുപ്പിൽ വെച്ചു. അപ്പോഴേക്കും വൈദുവിൻ്റെ ഫോണിൽ രാധികയുടെ കോള് വന്നു. അമ്മേ, നിന്റെ ശബ്ദത്തിന് എന്താ ഒരു അടപ്പ് പോലെ? അത് ചെറിയൊരു പനിയാമ്മേ. ഇന്നലെ കിടക്കുന്നത് വരെ കുഴപ്പമില്ലായിരുന്നു രാധികയെ, പിന്നെ എപ്പോഴാ പനി വന്നതെന്നറിയില്ല, ഉണ്ണിയമ്മ പറഞ്ഞപ്പോൾ ചന്തു അവിടെ ഇരുന്ന് ആക്കി ചുമച്ചു. വൈദു അവനെ കലിപ്പിൽ നോക്കി.
നിനക്കും വയ്യ ചന്തു? ചന്തു ചുമല് കൂച്ചി കാണിച്ചു. ഹോസ്പിറ്റലിൽ പോവാം, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ടമ്മേ, ഉണ്ണിയമ്മ കാപ്പി ഇടുക. ശരി, ഞാൻ പിന്നെ വിളിക്കാം മോളെ. ഏട്ടൻ ഓഫീസിൽ പോകാറായി. രാധിക ഫോൺ വെച്ചു. ഉണ്ണിയമ്മ അവൾക്ക് കാപ്പിയും ഒരു ബണ്ണും എടുത്തു കൊടുത്തു. അവളത് കഴിച്ചപ്പോൾ പിന്നെ ആവി പിടിക്കാൻ തുളസിയും തുമ്പയും ഇട്ട് തിളപ്പിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈദുവിനൊരാശ്വാസം തോന്നി. പനിയാണെന്നും ഇന്ന് വരാൻ വയ്യെന്നും പറഞ്ഞ് വിക്രത്തിന് മെസ്സേജ് ഇട്ടിട്ട് വൈദു പുതച്ചു മൂടിക്കിടന്നു. രാവിലെ ജോഗിങ് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്നത്. നോക്കുമ്പോൾ അവളാണ് പനിയാണെന്ന്. ഇനി വെറുതെ പറഞ്ഞതാവും. സത്യാവസ്ഥ അറിയാനായി വിക്രം ചന്തുവിനെ വിളിച്ചു. നൈറ്റ് ഡ്രൈവ് കെട്ടിയൊക്കെ പനി കൊടുത്തത്രേ, പുതച്ചുമൂടി കിടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ അവനോട് പറഞ്ഞു. വീട്ടിലെ പൊടിക്കൈകൾ ഉണ്ണിയമ്മ പരീക്ഷിച്ചു. ഇപ്പം കുറവുണ്ടെന്ന് ചന്തു പറഞ്ഞു. വിക്രത്തിനാകെ വിരസത തോന്നി. തല്ലുകൂടാനാണെങ്കിലും കൂടെയുള്ളത് ഒരു സുഖമാണ്. ഇതിപ്പോൾ ലീവ് എടുക്കാൻ കഴിയില്ല. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത പേഷ്യൻസ് ഒരുപാടാണ്. പിന്നെ വിക്രം പോകാൻ ഇറങ്ങി. ഹിരൺമയോട് കാര്യം പറഞ്ഞു. പകരം അസിസ്റ്റന്റിനെ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. ഉച്ചയാകാറായപ്പോൾ രാധിക വന്നിരുന്നു. റസ്കും ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റും ചെമ്മീൻ ചമ്മന്തിയും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. വരുമ്പോൾ വൈദു കഞ്ഞി കുടിക്കുകയായിരുന്നു. രാധിക അവൾക്ക് ചെമ്മീൻ ചമ്മന്തി എടുത്തു കൊടുത്തു. ചന്തു അന്ന് ഓഫായിരുന്നു. രാധികയ്ക്ക് ചോറ് വേണോ കഞ്ഞി വേണോ? കഞ്ഞി ആയിക്കോട്ടെ, ഉണ്ണിയമ്മയിരിക്ക്. ചന്തു വാ മോനെ. ചെമ്മീൻ ചമ്മന്തിയുടെ മണം മൂക്കിലടിച്ചപ്പോൾ തന്നെ ചന്തു എണ്ണീറ്റ് വന്നിരുന്നു. അവർ 4 പേരും കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. നോക്കുമ്പോൾ വിക്രമായിരുന്നു. വൈദുവിൻ്റെ കഞ്ഞി തെരുപ്പിൽ കയറി അവൾ ചുമയ്ക്കാൻ തുടങ്ങി. ചന്തു ഒരു ആക്കിച്ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. കയ്യിലെന്തോ കവറുകളുമായാണ് വരവ്. വാ മോനെ, ഉണ്ണിയമ്മ പുഞ്ചിരിയോടെ അവനെ വിളിച്ചു. വിക്രം ഒന്ന് ചിരിച്ചിട്ട് വൈദുവിനെ നോക്കി. ഒരു ഷോളൊക്കെ പൊതിച്ച് കഞ്ഞി കുടിക്കുകയാണ്. ഈ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുക, ഫുഡ് കഴിച്ചിട്ട്. മെഡിസിൻ കവർ കൊണ്ട് അവളുടെ അടുത്ത് വെച്ചിട്ട് വിക്രം പറഞ്ഞു. മോനെ കഞ്ഞി എടുക്കട്ടെ? ഉണ്ണിയമ്മ മടിയോടെയാണ് ചോദിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു അവന്, പോരാത്തതിന് നല്ല മണവും. യാ ഓഫ് കോഴ്സ്. വിക്രം കൈ കഴുകി വൈദുവിൻ്റെ അടുത്ത് കിടന്ന് ചെയറിലിരുന്നു. വൈദു വിറയലോടെ അവനെ നോക്കി. ഉണ്ണിയമ്മ അവന് കാച്ചിയ പപ്പടം കൂടി കൊണ്ടു കൊടുത്തു. ആസ്വദിച്ച് കഞ്ഞി കുടിക്കുന്ന വിക്രത്തെ എല്ലാവരും നോക്കി. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു മോനെ, രാവിലെയാണ് പനി തുടങ്ങിയത്. ഉണ്ണിയമ്മ പറഞ്ഞപ്പോൾ വിക്രം വൈദുവിനെ പാളി നോക്കി. അവൾ വിക്രത്തെ കലിപ്പിച്ച് നോക്കുന്നുണ്ട്. അങ്കിള് പോയോ ആൻറ്റി? വിക്രം രാധികയോട് ചോദിച്ചു. ആ പോയി മോനെ, എന്തോ പ്രോജക്റ്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത സൺഡേ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ സർവേശ്വരി പൂജ നടക്കുന്നുണ്ട് ആൻറ്റി. അമ്മ പറഞ്ഞു നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ. അമ്മ വിളിക്കും. വരാം മോനെ. നിങ്ങളുടെ വിവാഹം മംഗളമായി നടക്കാൻ നല്ലതാണ്. എല്ലാവരും കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. ഉണ്ണിയമ്മ പാത്രങ്ങൾ കൊണ്ടുപോയി സിങ്കിലിട്ടിട്ട് വരുമ്പോൾ വിക്രം വൈദുവിനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കുന്നതാണ് കണ്ടത്. ഉണ്ണിയമ്മയും രാധികയും മനസ്സ് നിറഞ്ഞു ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. ചന്തു വിക്രത്തെ എരികേറ്റി വിടുന്നുണ്ട്. മരുന്നിൻ്റെ ചവർപ്പിൽ വൈദു മുഖം ചൊളിച്ചു. പോയി റെസ്റ്റ് എടുക്കുക, അവൻ പറഞ്ഞപ്പോൾ വൈദു സ്റ്റെപ്പ് കയറി മുകളിൽ പോയി. താഴെ താളം ചവിട്ടി നിന്ന വിക്രത്തെ ചന്തു അവളുടെ പിന്നാലെ തള്ളിവിട്ടു. പിന്നെ ഉണ്ണിയമ്മയും രാധികയും കൂടെ ദേവിയുടെയും ചന്തുവിൻ്റെയും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. വിക്രം വൈദു കയറിപ്പോയ റൂമിലെത്തി. പിന്നിൽ അവനെ കണ്ടപ്പോൾ അവൾ ഒന്ന് പരിഭ്രമിച്ചു. വിക്രം അവളുടെ മുറിയാകെ ഒന്ന് നോക്കി. അത്യാവശ്യം വലിയൊരു മുറി തന്നെയാണ്. ബെഡും ടേബിളും അലമാരയും പിന്നെ ബുക്ക് ഷെൽഫും. ചുവരിൽ അവളുടെ ചെറുതിലെയുള്ള ചിത്രങ്ങളും അവളും അച്ഛനും കൂടിയുള്ള ചിത്രവും. പിന്നെ വേറൊരു ചിത്രം, അത് അവളുടെ അമ്മയായിരിക്കുമെന്ന് അവൻ ഓർത്തു. മുന്നിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ റോഡും കാണാം. പിന്നിലെ ജനലിലൂടെ നോക്കിയാൽ പാടവും കാണാം. നൈസ് അറ്റ്മോസ്ഫിയർ, വിക്രം പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു. പനിയാ, പകരും, വൈദു അവനോട് പറഞ്ഞു. ഞാനൊരു ഡോക്ടറാണ്, പനിയെ പ്രതിരോധിക്കാൻ എനിക്കറിയാം. വൈദു അത് കേട്ട് ചുണ്ടുകൂട്ടി. ഇന്നലത്തെ തണുപ്പ് പറ്റിയില്ല. സോ നീ എങ്ങനെ ഹണിമൂണിന് പോവും? അവിടെയൊക്കെ മഞ്ഞുമഴയാണ്. ഞാൻ എങ്ങോട്ടുമില്ല, അവൾ പുതപ്പ് വലിച്ചു ചുറ്റിയിരുന്നു കൊണ്ട് പറഞ്ഞു. ശരി, നീ വരണ്ട, ബട്ട് ഞാൻ പോവും. 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ മീരയെ കൂട്ടിക്കൊണ്ടുപോവാം. എനിക്കൊരാളുടെ കൂട്ട് വേണ്ടേ? വൈദുവിൻ്റെ കണ്ണുകൾ കൂർത്തു വന്നു. ആരാണ് മീര? ദേ, എൻ്റെ കഴുത്തിൽ താലി കിട്ടിയിട്ട് വേറെ ആരുടെയും കൂടെ എങ്കിലും പോകാൻ നോക്കിയോ? സൈനൈഡ് കലക്കി തിരിഞ്ഞാൻ, വൈദു ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ വിക്രം അവളെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. കുശുമ്പ് വരുന്നുണ്ടല്ലേ? കുശുമ്പല്ല, ഒരിക്കൽ വിഡ്ഢിയായവളുടെ ആത്മസംഘർഷമാണ്. വിക്രം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വിക്രം രാമകൃഷ്ണന് ഒരിക്കലും വിക്രം റാം ഗോപാലാകാൻ കഴിയില്ല. എൻ്റെ താല്പര്യപ്രകാരമാണ് ഈ വിവാഹം നടക്കുന്നത്.
അതും നാടറിഞ്ഞു തന്നെ. ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അവളെ മാറ്റി നിർത്തി മറ്റൊരാളുടെ പിന്നാലെ പോകാൻ മാത്രം ചീപ്പല്ല ഞാൻ. വിക്രം അത് പറയുമ്പോൾ വൈദുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അറിയാതെ തന്നെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. വിക്രം അവളെ ചേർത്ത് പിടിച്ചു. വൈദു പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി നേരെയിരുന്നു. പഴയതൊക്കെ ഓർത്തപ്പോൾ അറിയാതെ ചേർന്നിരുന്നു പോയതാണ്. മുഖത്തേക്ക് നോക്കാൻ ഒരു ജാള്യത. വിക്രം ബെഡിൽ നിന്നും എണീറ്റ് ഷർട്ട് നേരെ ഇട്ടു. ഞാൻ ഇറങ്ങുന്നു, ഒന്ന് ഫ്രഷ് ആണോ? ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്ന വഴിയാ. വിക്രം അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയപ്പോൾ വൈദു എണ്ണീറ്റ് ജനാലയിലൂടെ നോക്കി നിന്നു. ചന്തു അവനെ യാത്രയാക്കുന്നതും വിക്രത്തിൻ്റെ കാർ ഗേറ്റ് കടന്നു പോയപ്പോൾ ചന്തു ഗേറ്റ് അടച്ച് തിരിച്ചു വരുന്നതും നോക്കി നിന്നിട്ട് വൈദു പോയി ബെഡിൽ കടന്നു. ഓർമ്മകളിൽ അപ്പോഴും അവൻ്റെ സാമീപ്യം അടുത്തുള്ളതുപോലെ, ബെഡിൽ ഇപ്പോഴും അവൻ്റെ ചൂടുള്ളതുപോലെ. ഇതൊക്കെയല്ലേ താൻ ആഗ്രഹിച്ചത്? ഒരു പനി വന്നപ്പോഴേക്കും കരുതലോടെ ഓടി വന്നില്ലേ? പക്ഷേ വിവാഹം കഴിഞ്ഞ നാളുകളിൽ രാധികയമ്മയായിരുന്നു തൻ്റെ കാര്യങ്ങൾ നോക്കിയത്. താൻ ഉള്ളിടത്തേക്ക് പോലും വരാത്ത തൻ്റെ ഭർത്താവിനെ അവൾ ഓർത്തു. പതിയെ വിക്രം മനസ്സിലേക്ക് വരികയാണോ? അതോ വിവാഹശേഷം ആളുടെയും സ്വഭാവം മാറുമോ? അസ്വസ്ഥതയോടെ വൈദു എഴുന്നേറ്റിരുന്നു. തള്ളാനും കൊള്ളാനുമാകാത്തൊരവസ്ഥ. അന്ന് വൈകിട്ട് ദിയ കാണണമെന്ന് പറഞ്ഞ് വൈദുവിനെ വിളിച്ചിരുന്നു. പക്ഷേ പനിയാണെന്നറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. കുറച്ച് ഫ്രൂട്ട്സുമായാണ് ദിയ കൗസ്തുഭത്തിലെത്തിയത്. ഒരു പുതപ്പ് മൂടി സോഫയിലിരിക്കുകയാണ് വൈദു. ആവി പിടിക്കാൻ മടിക്കുന്നവളെ കണ്ണുരുട്ടി ആവി പിടിക്കുന്ന കലത്തിനു മുന്നിൽ പിടിച്ചിരുത്തുകയാണ് ചന്തു. ദിയ ആ കാഴ്ച അറിയാതെ നോക്കി നിന്നു. അച്ഛൻ പോയതിനു ശേഷം തന്നെ ഇങ്ങനെ ആരെങ്കിലും കരുതലോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല. ശ്രേയയ്ക്കെന്നും അവളുടെ നേട്ടങ്ങൾ മാത്രമായിരുന്നു മുന്നിൽ. ഉണ്ണിയമ്മ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ഹാളിൽ നിൽക്കുന്ന ദിയയെ നോക്കി. വൈദു ഫോട്ടോ കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഉണ്ണിയമ്മയ്ക്ക് മനസ്സിലായിരുന്നു. മോളെ, അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. ഉണ്ണിയമ്മ പുഞ്ചിരിയോടെ വിളിച്ചപ്പോൾ വൈദുവും ചന്തുവും തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ കയറി വരുന്നുണ്ട് ദിയ. വൈദു ചന്തുവിനെ ഒരു കള്ളനോട്ടം നോക്കി. പക്ഷെ അവിടെ ഗൗരവത്തിലാണ്. എങ്ങനെയുണ്ട് വൈദു ഇപ്പോൾ? കുറവുണ്ട് ചേച്ചി. ഡോക്ടർ വന്നപ്പോൾ മെഡിസിൻ കൊണ്ടുവന്നു. ദിയ കവർ അവളെ ഏൽപ്പിച്ചു. ഞാൻ ചായ എടുക്കാം മോളെ. ഉണ്ണിയമ്മ ധൃതിയിൽ അടുക്കളയിലേക്ക് പോയി. ദിയ എതിർവശത്തുള്ള സോഫയിലിരുന്നു. ചന്തുവിനെ അവളൊന്ന് നോക്കി. അവൾ നോക്കിയ അതേ സമയത്തായിരുന്നു ചന്തുവും അവളെ നോക്കിയത്. വൈദു, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇനിയുള്ള ജീവിതത്തിൽ ഇനിയും ഒറ്റപ്പെടൽ അനുഭവിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലേക്ക് വരാൻ എനിക്ക് സമ്മതമാണ്. വൈദു കൈകൊട്ടി തുള്ളിച്ചാടിയപ്പോൾ ചന്തു അവളെ പിടിച്ചിരുത്തി. പനിയിട്ട് വിട്ടിട്ടില്ല, കിടന്ന് തൊള്ളാതെ ഇവിടെ ഇരിക്കടി. ചന്തു കടുപ്പിച്ചു നോക്കിയപ്പോൾ വൈദു മിണ്ടാതെയിരുന്നു. സന്തോഷമായി കുട്ടിയെ. ഇവനിന്ന് കുടുംബമായി ജീവിക്കാൻ ഞാൻ നേർന്ന് കഴിയാൻ തുടങ്ങിയൊരു കാലം കുറേയായി. ഇതിപ്പോൾ അവനും കൂടി താല്പര്യമുള്ള സ്ഥിതിക്ക് അങ്ങ് നടത്താം, ഉടനെ തന്നെ. ഉണ്ണിയമ്മ ചായ കൊണ്ട് കൊടുത്തിട്ട് സന്തോഷത്തോടെ പറഞ്ഞു. ചന്ദ്രജിത്തേട്ടൻ എന്താ ഒന്നും പറയാത്തേ? ദിയ ചോദിച്ചപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ദിയ, എൻ്റെ കുടുംബം, വീട് എല്ലാം സാധാരണക്കാരുടേതാണ്. തന്നെപ്പോലെ പണമോ സമ്പത്തോ ഒന്നും തന്നെ അധികമില്ല. ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ട് പിന്നീട് തനിക്ക് കുറ്റബോധം തോന്നരുത്. അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടക്കും. സമ്പന്നയാണ് ഞാൻ. വലിയ വീടും കാറുകളും എല്ലാം ഉണ്ട്. പക്ഷേ ബന്ധുത്വം കൊണ്ട് ദിയ അനാഥയാണ്. കൂടപ്പിറപ്പ് ആരോടും ഒപ്പം കുടുംബത്തെ നാണം കെടുത്തി ഇറങ്ങിപ്പോയി. ആ വേദന മാറും മുന്നേ അച്ഛനും തനിച്ചാക്കിപ്പോയി. ഒറ്റയ്ക്കായി പോയിട്ടും ആരും തിരഞ്ഞു വന്നില്ല. ഒരു പെൺകുട്ടിയാണെന്ന് ബന്ധുക്കൾ മറന്നുപോയി. ചിലരൊക്കെ വന്നു, പക്ഷേ മുന്നിൽ മറ്റു പലതുമായിരുന്നു ലക്ഷ്യം. അങ്ങനെ പിന്നീടുള്ള ഒളിച്ചോട്ടമായിരുന്നു. ഉറ്റ കൂട്ടുകാരുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി. ഒടുവിൽ അവളുടെ പോക്കും ശരിയല്ലെന്ന് കണ്ട് പിന്മാറി. ഇപ്പോൾ അവളും പോയി, ഈ നാട് ഉപേക്ഷിച്ച്. അനാഥ എന്ന ലേബലിൽ ജീവിക്കുന്നത് വലിയ വേദനയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ. ഇനിയും വയ്യ എനിക്ക്. അമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ സ്നേഹം വേണം എനിക്ക്. ദിയയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ഉണ്ണിയമ്മ ഓടി വന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വൈദുവും കണ്ണ് നിറച്ച് അവളെ നോക്കി. ചന്തുവിന് ഉള്ളിലൊരു വിങ്ങൽ പോലെ. അപ്പോൾ വൈദുവിൻ്റെ വിവാഹത്തിന് മുൻപേ ചെറിയൊരു ചടങ്ങായി നടത്തും നമുക്ക്. എന്നിട്ട് വൈദുവിൻ്റെ ഏട്ടത്തിയമ്മയായി മുന്നിലുണ്ടാവണം മോൾ എല്ലാത്തിനും. അമ്മേ, പക്ഷേ 1 മാസമൊക്കെ നോട്ടീസ് പീരീഡാണ്. അപ്പോൾ വൈദുവിൻ്റെ കല്യാണം കഴിഞ്ഞാണ് വരുന്നത്. രജിസ്റ്റർ മാരേജ് വേണ്ട, അമ്പലത്തിൽ വെച്ച് താലികെട്ട്. പിന്നെ അവിടുന്ന് രജിസ്റ്റർ ഒപ്പിടുന്നതിൻ്റെ പകർപ്പ് വാങ്ങി പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്താൽ പോരെ ചന്തു? അങ്ങനെയല്ലേ സാധാരണ വിവാഹം നടക്കുന്നത്? ഇടിപിടിയെന്ന് പറയുമ്പോൾ ഈ ചന്തുവേട്ടൻ്റെ കാര്യം. ഉണ്ണിയമ്മേ, അടുത്ത ആഴ്ച അമ്പലത്തിൽ വെച്ച് താലി കെട്ടാണ് നടപടി നോക്കിക്കോ.
എൻ്റെ വിവാഹത്തിന് ഏട്ടൻ്റെ കൈ പിടിച്ച് എന്നെ അനുഗ്രഹിക്കാൻ ഏട്ടത്തി ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറും. ചന്തു അവളുടെ തലയ്ക്കൊന്ന് കൊട്ടിക്കൊടുത്തു. ഡി അധിക പ്രസംഗം പറയാതെ കുരിപ്പേ. പിന്മാറിയാലും നിന്റെ ഡോക്ടർ നിന്നെ കിഡ്നാപ്പ് ചെയ്താലും താലുകെട്ട് നടത്തും. അതുകൊണ്ട് മോൾ ആ ഭീഷണി അങ്ങോട്ട് മാറ്റിപ്പിടിക്കുക. ശരി, എല്ലാവരുടെയും ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അതുവരെ നീ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കണ്ട, ഇവിടെ നിന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം. ചന്തു അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ വൈദു വിക്രത്തെ ഓർത്തു. ഏട്ടൻ പറഞ്ഞ പോലെ അങ്ങേരനെ കിഡ്നാപ്പ് ചെയ്ത് താലി കെട്ടുമോ? അങ്ങേര് അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. ദിയയ്ക്കൊപ്പം ഉണ്ണിയമ്മ വീട്ടിലേക്ക് പോയി. അവളുടെ വീട് കണ്ട് ഉണ്ണിയമ്മയുടെ കണ്ണ് മിഴിഞ്ഞു പോയി, ഒപ്പം കണ്ണ് നിറയുകയും ചെയ്തു. രാജകുമാരിയെപ്പോലെ ജീവിക്കേണ്ട കുഞ്ഞല്ലേ, ആരുമില്ലാതെ ഒറ്റയ്ക്ക്. അമ്മ എന്തിനു കരയുന്നത്? കണ്ണു തുടയ്ക്കുന്ന ഉണ്ണിയമ്മയെ നോക്കി ദിയ ചോദിച്ചു. ഒന്നുമില്ല മോളെ, ഇനി എൻ്റെ കുട്ടി ഞാൻ തനിച്ചാക്കില്ല. എന്നും വേണം എൻ്റെ മോളായിട്ട്. വൈദ്യുവിനെ പോലെ ഞാൻ നിന്നെയും നോക്കിക്കോളാം. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഉണ്ണിയപ്പ പറഞ്ഞപ്പോൾ ദിയ ഉണ്ണിയമ്മയുടെ മാറിൽ ചാഞ്ഞു. ദിയ ഒരാഗ്രഹം തിരിച്ചു വരുന്ന വഴിക്ക് ഉണ്ണിയമ്മയോട് പറഞ്ഞു. വിവാഹശേഷം 3 പേർക്കും കൂടി അവളുടെ വീട്ടിൽ താമസിക്കാമെന്ന്. വൈദ്യുവിൻ്റെ വിവാഹം കഴിഞ്ഞു മതിയെന്ന് ഉണ്ണിയമ്മ പറഞ്ഞു. ചന്ദ്രജിത്തേട്ട സമ്മതിക്കുമോ? സമ്മതിപ്പിക്കാം. മോളുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഈ വീട്. ആ വീട്ടിൽ അച്ഛനുറങ്ങുന്ന മണ്ണിൽ ജീവിക്കണമെന്ന് മോള് പറയുമ്പോൾ എങ്ങനെ കഴിയും അവനെതിര് പറയാൻ? ഉണ്ണിയമ്മ അവളെ ആശ്വസിപ്പിച്ചു.